കൃത്യമായിട്ട് റിസൾട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ. കാരണം എന്റെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് കേരളത്തില് ഈ ഒരു പ്രോഡക്റ്റ് ഷുഗറിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അന്ന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഇത് ഷുഗറിനുള്ളതാണെന്നോ അല്ലെങ്കിൽ മറ്റെന്ത് അസുഖത്തിന് അങ്ങനെ ഒരു എന്താ പറയുന്ന കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് പോലും ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നത്. ഈ മാഗ്നറ്റിക് തെറാപ്പി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കൊണ്ട് തരുന്ന ആൾക്കാർക്ക് പോലും ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്താണെന്ന് പോലും അറിയാതിരുന്ന ഒരു സമയത്ത് നമ്മളതൊരു പരീക്ഷണാർത്ഥം, കാരണം എന്റെ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ടിട്ട് എനിക്കത് അങ്ങനെ അതിന് എന്ത് സംഭവിച്ചാലും അതൊരു ആശ്വാസം ഉണ്ടാകുമോ എന്നുള്ള ഒരു അവസരത്തിൽ ചിന്തിച്ച് ഞാനത് വാങ്ങിച്ചു കൊടുത്താണ്. പക്ഷെ 21 ദിവസം കൊണ്ട് എന്റെ അമ്മയുടെ കാലിലെ വ്രണം കരിയുകയും എന്റെ അമ്മ ഒരുപാട് ഷുഗർ ലെവല് നല്ല രീതിയിൽ അതായത് അഡ്ജസ്റ്റബിൾ ആകും. കാരണം ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു അമ്മയ്ക്ക്. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം 500, പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കേറി പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് തീരെ കുറഞ്ഞു പോവുക, അങ്ങനെ സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയില്ല. അമ്മ ഒത്തിരി ബുദ്ധിമുട്ടി വേദന കൊണ്ട്. അമ്മയ്ക്ക് ഈ ടൈപ്പ് 2 പ്രമേഹമായിരുന്നു, അതായത് മുറിവുകളൊക്കെ വന്ന കരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വരുന്ന മുറിവുകൾക്കൊക്കെ ഒരുപാട് വേദനയൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു പ്രമേഹമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ അമ്മ ബുദ്ധിമുട്ടിയ സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തതാണ്. പക്ഷെ ആ ഒരു റിസൾട്ടിലൂടെ ഞാൻ കണ്ട ഒരു പ്രൊഡക്റ്റ് ഇന്ന് 4 വർഷത്തിന് ശേഷവും അതിനേക്കാളൊക്കെ ഒരുപാട് പവറോടെ ഒരുപാട് എന്താ പറയുന്നത് സത്യസന്ധതയോടെ വിശ്വാസ്യതയോടെ ഇപ്പോഴും ജനങ്ങളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു, ചെല്ലാനുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ, അതായത് സാധാരണ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ചൊക്കെ പറയുമ്പം ആദ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു ചൂടും ഒരു ഇതൊന്നും പിന്നീട് അങ്ങനെ കാണാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല. ഞാൻ ചെയ്യുന്ന അതായത് ഞാനൊരു ഈ വൈറ്റോറിയത്തിന്റെ പ്രായം തന്നെ കാണുള്ളൂ എനിക്കും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ. എന്റെ വയസ്സും അത്രേ തന്നെ കാണുള്ളൂ. ഏകദേശം കേരളത്തിൽ വന്നിട്ട് 4 വർഷം എന്ന് പറയുന്നത് അതേപോലെ 4 വർഷം കൊണ്ട് എന്ന് പറഞ്ഞ് 4 വർഷം പൂർണ്ണമായിട്ട് ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ 4 വർഷവും എനിക്ക് കാണാൻ സാധിച്ചത് ഈ വൈറ്റോറിയം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വളർച്ചയാണ്. ഒരിക്കലും അത് തളർന്നതോ താഴേക്ക് പോയതോ പ്രോഡക്റ്റിനെ കുറിച്ച് മോശമൊന്നും എന്റെ ലൈഫിൽ ഈ 4 വർഷത്തിനകത്ത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വനിതാ വാരത്തില് നമ്മുടെ ഈ ഒരു ടീം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു മീറ്റിങ്ങില് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാനൊക്കെ ഈ വെട്ടോറിയം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയ്ക്കൊന്നും സാങ്കേതികമായിട്ടും ഒന്നും അത്രയും വലുതായിട്ടൊന്നും നമുക്ക് കാര്യങ്ങളോ മറ്റുള്ള ഒന്നും അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയില്ല. മാഗ്നറ്റിക് തെറാപ്പിയാണ് പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ അസുഖങ്ങൾക്കൊക്കെ ഭേദം വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളതല്ലാതെ പ്രത്യേകിച്ച് ആർക്കും വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും അത് ഭയങ്കരമായിട്ട് കേരളത്തിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലല്ല ആരോഗ്യകരമായ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്. അപ്പം എനിക്ക് ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഇബൈറ്റോറിയം എന്നാണ്. ഈ സ്കോപ്പ് ഓഫ് ഇബൈറ്റോറിയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പം ഇബൈറ്റോറിയത്തിന്റെ സാധ്യത എങ്ങനെ ഏത് എന്നുള്ളതല്ല. നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ എന്താ പറയുന്നേ, നമ്മളൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അറിയുന്ന ഒരു കാര്യമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റീസ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു ബിസിനസ് എത്രത്തോളം സെയിൽസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മിടുക്കും വിജയവും. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, അതായത് കൃത്യമായിട്ട് ഒരു രീതിയിൽ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുക എന്നുള്ളതും വലിയ ഘടകമായിരുന്നു. കാരണം പല കമ്പനികളും ഞാൻ ഈ കാലഘട്ടത്തിനകത്ത് പല കമ്പനികളും വന്നു പോകുന്നത് കണ്ടു. കാരണം നമ്മൾ ഈ കുറെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് കേരളത്തിലുടനീളം കുറെ നമ്മളെ കൂടെ നിന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ വരണ സമയത്തൊക്കെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പ്രേമ, ഇതുപോലെ പുതിയൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ പിന്നീട് ഒരു 4, 5, 6 മാസം കഴിയുമ്പോൾ പിന്നീട് അത് ഇല്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര സംഭവമാണ്, ഇതെല്ലാം മറ്റേ ഈ വെട്ടോറിയം ഒന്നും അല്ലാന്ന്. പക്ഷെ ഈ 4 വർഷത്തിനകത്തും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കേരളത്തിൽ ഇന്ന് വരെ ഈ വെട്ടോറത്തിനൊപ്പം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ, ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കേരളം എന്ന് എടുത്തു പറയുന്നത്. ഇങ്ങനൊരു കമ്പനി എനിക്ക് ഇതുവരെ എന്റെ ഈ 4 വർഷത്തെ എക്സ്പീരിയൻസ് അകത്ത് ഇത്രയും നാൾ സ്റ്റിക്ക് ഓൺ ചെയ്ത്, ഇപ്പൊ അതിന് മുമ്പ് വന്നിട്ടുള്ള വലിയ പണ്ടോല ആംബേ പോലെ അല്ലെങ്കിൽ മറ്റേ മോദി കെയർ അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു തരംഗം ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് യുണീക്ക് ഒരു പ്രൊഡക്റ്റുമായിട്ട് 2022 കേരളത്തിൽ നിലവിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന ഈ വൈറ്റോറിയം കമ്പനി ഇന്നും അതിനേക്കാളൊക്കെ പവറോടെ ഒരുപാട്
എന്താ പറയുന്നേ, സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ പിന്തള്ളപ്പെട്ട് കിടന്ന ഒരുപാട് വ്യക്തികളെ ഇന്ന് സമൂഹത്തിൽ ഒരു വാല്യൂ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ അവർക്ക് വേണ്ടി കൂടെ നിന്ന ഒരു കമ്പനിയാണെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇന്നിപ്പോ നമ്മളിവിടെ അല്ലെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ ബൈറ്റോറിയത്തിന്റെ സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറയുമ്പം നമ്മൾക്ക് അതെങ്ങനെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാം അല്ലെ. നമ്മളൊരു ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. ധാരണയില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അറിവില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. ഇപ്പൊ സാധാരണ ആൾക്കാർ ഈ ബൈറ്റോറിയം ഞാനൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ ഈ ബൈറ്റോറിയത്തിലൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസമൊക്കെ കൊണ്ട് പെട്ടെന്ന് ലക്ഷങ്ങളൊക്കെ അച്ചീവ് ചെയ്തു. കാരണം അന്ന് അത്രയും വലിയൊരു തരംഗമായിരുന്നു. ആൾക്കാർ ഇതിനെക്കുറിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ ബിസിനസ് പ്ലാനുകളെ അപേക്ഷിച്ച് വരുമാനം നല്ല രീതിയിൽ കൊടുത്തൊരു പ്ലാനായിട്ടാണ് ഈ ബൈറ്റോറിയം കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം കൂടുതൽ അന്ന് 650 ഒരു ബൈനറിയിലാണെങ്കിൽ ഒരു ജോയിനിങ്ങിനൊക്കെ ഒരു ദിവസം മാക്സിമം 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ച ആൾക്കാരൊക്കെ അന്നൊക്കെ ഒരു ദിവസം ഒരു പെയറിന് അല്ലെങ്കിൽ ബൈനറിയിൽ ഒരു നമുക്കൊരു വരുമാനം ലഭിക്കുന്നത് ചിലപ്പോൾ 500, 650 രൂപ കൂടുതൽ ഒരു ദിവസം അന്ന് കിട്ടാറില്ലായിരുന്നു. ആ ഒരു സമയത്താണ് ഫാമിലി ബോണസ് എന്നൊക്കെ 5000 എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പടയെന്ന എല്ലാരും അവരവരുടെ ബന്ധങ്ങൾ എടുത്ത് പെട്ടെന്ന് പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് എല്ലാരും ലക്ഷാധിപതികളായി ആ ഒരു സമയത്ത്. പക്ഷെ അന്ന് ആർക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള വലിയ ധാരണകളൊന്നും ഇല്ല. ഇതെങ്ങനെയാണ് ഏതാണെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിവില്ല. എന്നിരുന്നാൽ പോലും അവര് ആ ഒരു വരുമാനത്തിന്റെ സാധ്യതയെ അറിഞ്ഞായിട്ടാണ് ആദ്യത്തെ സമയത്തൊക്കെ ആൾക്കാർ ഇതിലേക്ക് ഒരുപാട് പേര് വന്നിരുന്നു. അങ്ങനെ വന്നവരൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും വളരെ സങ്കടകരമായ കാര്യങ്ങള്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് വന്ന പലരും ഇത് ഇടക്കാലത്ത് ഉപേക്ഷിച്ചു പോയി. അവരൊക്കെ ഇപ്പൊ സങ്കടപ്പെടുന്നുണ്ടാവും. സങ്കടപ്പെടട്ടെ. അപ്പം എന്തായാലും നമ്മളന്നും വന്നു. പിന്നെ എനിക്ക് കുറച്ച് എന്റേതായ പേഴ്സണൽ കാര്യങ്ങളാൽ ഇതിൽ നിന്നൊന്നും ഗ്യാപ്പ് എടുക്കേണ്ടി വന്നെങ്കിലും വേറൊരു കമ്പനിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ നമ്മുടെ ഏതാണ്ട് 3-4 മാസം കൊണ്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ഞാൻ വളരെ ആക്റ്റീവാണ്. അപ്പം എനിക്ക് ഈ സ്കോപ്പിനെ കുറിച്ച് പറയാന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ വളരെ സിമ്പിൾ ആയിട്ട് ഒരാളെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഇവട്ടോറിയം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനത്തിൽ അല്ലെങ്കിൽ എണ്ണപ്പെടാവുന്ന അല്ലെങ്കിൽ കൂടി വന്ന 3 ലക്ഷം ആൾക്കാരിലേക്കൊക്കെ ഈ പ്രോഡക്റ്റ് എത്തിയിട്ടുള്ളൂ. കോടിക്കണക്കിന് ആൾക്കാരുള്ള ഇന്ത്യയിൽ അല്ലെങ്കിൽ 4 കോടിയിൽ അടുത്ത് ജനങ്ങളുള്ള 4 കോടിയിലധികം ജനങ്ങളുള്ള കേരളത്തിൽ വെറും 3 ലക്ഷം ആൾക്കാരിലേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് എത്തപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരുപാട് കോടീശ്വരന്മാരും രക്ഷപ്രഭുക്കളും ഒക്കെ ഉണ്ടായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ മുമ്പിൽ കിടക്കുന്ന സാധ്യത എത്ര വലുതാണെന്ന്. അപ്പം നമ്മൾ കാണാൻ പോകുന്ന, ഇനിയും നമ്മൾ കണ്ടെത്താൻ പോകുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ്സ് അല്ലെ, നമ്മൾ ഇനിയും കണ്ട് മുട്ടാൻ പോകുന്ന നമ്മുടെ അസോസിയേറ്റ്സ്, അവർ ചിലപ്പം എല്ലാ കാര്യങ്ങളെ കുറിച്ചും വലിയ ധാരണകളുള്ളവരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസോ അങ്ങനെ മറ്റൊന്നും വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മനുഷ്യരുടെ ബന്ധങ്ങളെ നിലനിർത്താനുള്ള കഴിവിലാണ് ഈ ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അല്ലെ. നമ്മൾ പറയുന്ന ഒരു കാര്യം കേട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു നല്ല സോഷ്യൽ ബീങ് അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യക്തിയാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് കണ്ടെത്തുക, അവരുടെ ബന്ധങ്ങളെ ഉപയോഗിക്കുക, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ടെത്താനോ അല്ലെ കാണാൻ പോകുന്ന വ്യക്തികളോ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും കാണൂല അല്ലെ. ഈ ബൈറ്റോറിയം മാഗ്നറ്റിക് പ്രോഡക്റ്റ്, അയ്യോ ചില ആൾക്കാർക്ക് പേടിയാണ് ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവർ ചോദിക്കും, അയ്യോ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ശരീരത്തിന്, അല്ലെ എന്തെങ്കിലും പറ്റുമോ, ചിലർക്ക് പേടിയാണ്, മറ്റു എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, ചത്തുപോവോ എന്നൊക്കെയുള്ള പേടിയാണ്. അപ്പം അവർക്ക്, അതായത് വളരെ തീരെ വലിയ നോളജ് ഒന്നും ഇല്ലാത്ത ഒരാളുടെ മുമ്പിലേക്ക് നമ്മൾ ഈ ബൈറ്റോറിയം എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ വലിയ വാക്കുകളോ ശക്തമായ അങ്ങനത്തെ ഉള്ള വാക്കുകളൊന്നും നമ്മുടെ ഈ ഒരു ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒരാളിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ബൈറ്റോറിയം ബിസിനസ് എത്തിക്കാം എന്നുള്ളതാണ്.
അപ്പൊ അതിനു മുമ്പ് ആദ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിയമപരമായി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ട് ഈ കമ്പനി തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്നോട് ചോദിക്കുന്ന ഒരു വ്യക്തിയോട് പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ സാധ്യതകളെ കുറിച്ചും ഇതിന്റെ എന്താ പറയുന്നത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിയമവശങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോ ഇത് എങ്ങനെ ഉണ്ടായി, ആരാണ് ഇതിന്റെ സ്ഥാപകൻ, ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മളോട് ചോദിക്കുന്ന ഒരാളുടെ മുമ്പിൽ ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വലിയൊരു ആരോഗ്യ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബയോട്ടോറിയം. ഇത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് 2021 ഡിസംബർ 23-നാണ്. ഡോക്ടർ സാഗർ ജോഷി സാറ് ഈ ബയോട്ടോറിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡ് ഓഫീസ് മുംബൈയില് താനെയില് 2021 ഡിസംബർ 23-ാം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ആരോഗ്യവും ക്ഷേമവുമാണ് ഇവര് ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1998 മുതൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സാഗർ ജോഷി സാറ്. അപ്പൊ അദ്ദേഹം നാനോ ടെക്നോളജിയിലും റോബോട്ടിക്സിലും ഒക്കെ ഗവേഷണം നടത്തുകയും അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു കമ്പനിയെ, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയ ചിന്ത എന്ന് പറയുമ്പം ഇന്ത്യയിൽ തൊഴിൽ രഹിതരായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ ഒരു മുതൽ മുടക്കില്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ. കാരണം നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റുകളൊക്കെ PSC ടെസ്റ്റുകളൊക്കെ ഒരുപാട് എഴുതുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടും അല്ലെ പല സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് അപേക്ഷിച്ചിട്ടും ഒക്കെ അവിടെയൊക്കെ സാമ്പത്തിക പ്രശ്നം കൊണ്ട്, കാരണം അവരൊക്കെ ആവശ്യപ്പെടുന്ന വലിയ വലിയ തുകകളൊക്കെ കെട്ടിവെക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റുകൾ മാത്രം കൈ പിടിച്ചുകൊണ്ട് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന വേദനയോടെ, അതായത് അത്രയും പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു സാധാരണ ജോലിക്ക് പോകാൻ മനസ്സില്ലാതെ എന്താ പറയുന്ന നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പഠിക്കാൻ പറ്റാഞ്ഞിട്ട് ഇല്ലേ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ജീവിതത്തിൽ വിദ്യാഭ്യാസം തുടരാൻ പറ്റാഞ്ഞിട്ടും നല്ല രീതിയിൽ ജീവിക്കണമെന്ന്, നല്ല വരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണ്, ഇവർക്ക് മുതൽ മുടക്കാൻ, ഒരു ബിസിനസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതിനകത്തിൽ മുതൽ മുടക്കണം. ആ മുതൽ മുടക്കുന്നതിനോടൊപ്പം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് നമ്മളൊരു മുറുക്കാൻകട തുടങ്ങിയാൽ തന്നെ ആ ഒരു മുറുക്കാൻകടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 50,000 രൂപ ചെലവാക്കിയാൽ ഒരു വർഷത്തിനകത്തോ 2 വർഷത്തിനകത്തോ 50,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ ഇടയ്ക്ക് അവിടെ കച്ചവടം നടന്നാൽ അത് നടന്ന്, ഇല്ലെങ്കിൽ പൂട്ടിപ്പോയാൽ നമ്മുടെ 50,000 പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് സാധാരണ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന, മുതൽ മുടക്കി ചെയ്യുന്ന ഒരു ബിസിനസ്. അത് ഞാൻ ഏറ്റവും വളരെ നിസ്സാരമായിട്ടാണ് ഒരു മുറുക്കാൻകടയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ വലിയ രീതിയിൽ മുതൽ മുടക്കി ചെയ്തിട്ട് നഷ്ടങ്ങൾ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നഷ്ടങ്ങളൊക്കെ വന്നൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേര് അല്ലെ, സമൂഹത്തിൽ ആത്മഹത്യയുടെ വക്കിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഓരോ മനുഷ്യരുടെയും സാഹചര്യങ്ങൾ. പുറമെ കാണുന്ന ആൾക്കാരൊന്നും അല്ല, ഒരുപാട് മാനസികവും സാമ്പത്തികവും എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കണോ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിലേക്കൊക്കെ നമുക്ക് വളരെ എന്താ പറയുന്നത് സന്തോഷപൂർവ്വം എത്തിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ബയോട്ടോറിയം പ്രൊഡക്ട്സിന്റെ ബിസിനസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2021 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 2021 ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു. കൊറോണ എന്ന മഹാമാരിയെ പേടിച്ച് പാൻഡമിക് ആയിട്ടിരുന്ന ഒരു അന്തരീക്ഷത്തില് വളരെ അല്ലെ ഒരു യഥാർത്ഥ വിജയം അല്ലെങ്കിൽ ഒരു വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയാണ് ഏറ്റവും വലിയ അവസരമായിട്ട് കാണുന്നത് അല്ലെ. അപ്പൊ അവിടെ അദ്ദേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ട് എത്ര ഗട്ട്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര ധൈര്യം ഉണ്ടായിരുന്നിട്ടാണ് അത്രയും വേൾഡ് വൈഡ് പാനിക് ആയിട്ടിരുന്ന ഒരു അവസ്ഥയിൽ ഈ കൊറോണ സമയത്ത് 2021 അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ആരോഗ്യപരമായ മാറ്റം സൃഷ്ടിക്കും എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ അത് അവതരിപ്പിച്ചത്. ആലോചിച്ച് നോക്കിയേ, ആ ഒരു സമയത്തൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കുവോ, എന്താണ് എന്താ പറയുന്നേ, ആരോഗ്യരംഗമൊക്കെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ്. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റുമായിട്ട് അത്രയും ധൈര്യമായിട്ട് അദ്ദേഹം കടന്നു വന്നത്. അപ്പൊ അന്ന് അതായത് മനുഷ്യര് തമ്മില് സംസാരിക്കാനോ കാണാനോ ഒന്നിനും അവസ്ഥയില്ലാത്ത ക്വാറന്റൈൻ, കേട്ടിട്ടില്ലേ ആ വാക്കുകളൊക്കെ? ആൾക്കാരൊക്കെ മറന്നു തുടങ്ങി തോന്നുന്നു. എന്നിരുന്നാലും ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആ സമയത്താണ്. അതായത് ഒരു വീടിന്റെ മുറിക്ക് നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ
സാഹചര്യം ഇല്ലാതിരുന്ന സമയത്താണ് ഈ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നത്, അതായത് ബിസിനസ് റിലീസ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം അല്ലെ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ താമസിക്കുന്ന മുംബൈയിലെ ചേരികളിലാണ് അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ചേരികളിലെ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്താ പറയുന്നത് വളരെ മോശപ്പെട്ട അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന 300 കുടുംബങ്ങളിലാണ് അദ്ദേഹം നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി ഇത്രയും ആൾക്കാരെയും പരിശോധനയ്ക്ക്, അതായത് രാജ്യത്തിൽ അതായത് ഒരു വെല്ലുവിളിയാണ് അല്ലെ, അത്രയും വലിയൊരു സംഭവം അല്ലെ, കൊറോണ പോലെയുള്ള ഒരു മഹാമാരി അത്രയും രീതിയിൽ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിയമവും രാജ്യവും എല്ലാം അതിനെ പേടിച്ച് ഒളിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ അത്രയും ധൈര്യമായിട്ട് കൊണ്ടുവന്ന് കൊടുത്ത് ആ ആൾക്കാർക്ക് അത്രയും വൃത്തിഹീനമായ, നല്ല ശുദ്ധജലം ലഭിക്കാനില്ലാത്ത നല്ല സ്ഥലം ഇല്ലേ, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആ ആൾക്കാർക്ക് കൊറോണ വന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അതിന്റെ ഇതിലാണ്, ആ ഒരു ഇതിന്റെ പേരിലാണ് നമ്മുടെ പ്രോഡക്റ്റിന് കൊറോണയ്ക്ക് അതിന് കൊറോണ യോദ്ധ അവാർഡ് അല്ലെ, അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന്. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഘോരമായിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് മീറ്റിങ്ങുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു അന്നൊക്കെ ഈ പ്രോഡക്റ്റ് എടുക്കാൻ. ഇപ്പൊ എനിക്ക് ഇപ്പൊ അതിനേക്കാളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങള്, അതനുസരിച്ച് കമ്പനി ബിസിനസ്സിൽ പ്ലാനുകളിലൊക്കെ വരുത്തുന്ന വരുമാനത്തിലൊക്കെ ഉള്ള വലിയ വലിയ മാറ്റങ്ങളിലൊക്കെ ഒരുപാട് അട്രാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഈ ലോകത്തില് ഏറ്റവും ആദ്യം ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വരാൻ യാതൊരു വിധ തടസ്സങ്ങളും ഇല്ലാതെ ഏറ്റവും നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് ഈ വൈറ്റോറിയ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊക്കെ ആദ്യമായിട്ട് വരണ സമയത്തൊക്കെ ഇതില് ഇങ്ങനെയുള്ള രീതിയിലുള്ള വരുമാനങ്ങളൊന്നും അല്ല. നമ്മൾ അന്ന് ആദ്യമായിട്ട് 650 മേടിച്ചുകൊണ്ടിരുന്നിടത്ത് കേട്ട് 5000 കേട്ട് ഓടി വന്നവര് ഇന്ന് ഇതിലേക്ക് ഇപ്പൊ വന്നു കഴിയുമ്പോ ഈ പുതിയ 2026 ജനുവരി 2-ാം തീയതി അദ്ദേഹം കൊണ്ടുവന്ന ബൂസ്റ്റർ ബോണസ് ഒക്കെ കേട്ടപ്പോ ഉണ്ടല്ലോ മനസ്സിലൊക്കെ എന്താണ് അന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഇന്നിപ്പോ നമ്മൾ കോടീശ്വരന്മാര് അതിന് ഇതിന്റെ ഒന്ന് പകുതി ജോലി എടുക്കണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് ഒരുപാട് ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെയും എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ. സിനിമയിലൊക്കെ ആണെങ്കിലും പറഞ്ഞാണെങ്കിലും വളരെ കറക്റ്റായ കാര്യമാണ്. യഥാർത്ഥ ആൾക്കാരിലേക്ക്, ആവശ്യക്കാരിലേക്ക് എത്തുമ്പോൾ അത് ഏറ്റവും വേണ്ട രൂപത്തിലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഇന്നിത് ആ ഏറ്റവും വേണ്ട രൂപത്തിലായിട്ടാണ് നമ്മുടെയൊക്കെ കൈകളിൽ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് വന്ന നിങ്ങളുടെയൊക്കെ കയ്യിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് ഞാനൊരു നോട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ വിട്ട് പറഞ്ഞ് വേറെ എവിടെയെങ്കിലൊക്കെ പോകുന്ന ആളാണ്. എനിക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിനകത്തില് ഇതിന്റെ സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോഴേ ഏറ്റവും വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്, പ്രോഡക്ട്സ് എന്താണ്, നമ്മുടെ പ്രോഡക്ട്സിന്റെ ഉപയോഗ രീതി എന്താണ്, ഇത് ആർക്കാണ് ആവശ്യം, ഇത് രോഗികൾക്കാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രോഡക്റ്റ് രോഗമുള്ളവർക്ക് മാത്രമാണ് ആവശ്യം അല്ലെ. ചില ആൾക്കാരുടെ ധാരണ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല പ്രേമ, എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, സോ എനിക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷെ അവിടെ ഇതെന്തിനാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പഠിക്കണം അല്ലെ. അങ്ങനെ ഓരോരുത്തരും പഠിക്കണം. അപ്പൊ നമ്മള് ആദ്യം ചെന്നിട്ട് ഇപ്പൊ സാധാരണ കൂടുതലും ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതില് കുറച്ചു കാലം മുമ്പ്, അതായത് ഞാനൊക്കെ ആക്റ്റീവായിട്ട് നിന്ന സമയത്തൊക്കെ ഒരിക്കലും പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടോ അല്ലെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടോ ബിസിനസ് എടുത്ത കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു 25% ആൾക്കാരേ ഉള്ളൂ പ്രൊഡക്ഷന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടും അതിനെ പഠിച്ചിട്ട് പറഞ്ഞിട്ടും അതിനെ കൂടുതൽ നിലനിർത്തിക്കൊണ്ട് പോകാനും ഇന്നും അവര് ഈ പ്രസ്ഥാനത്തിലുണ്ട്. അതാണ് അതിനകത്തിൽ ഏറ്റവും സത്യം. അവരൊരിക്കലും ബിസിനസ് മുന്നിൽ കണ്ടോണ്ടോ അല്ലെ പണം വരുമാനം മുന്നിൽ കണ്ടോണ്ടോ ഒരിക്കലും അവരാരും ഈ ബിസിനസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും അവര് ആ സ്ഥാനത്ത് അതിനേക്കാൾ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് വലിയ വിന്നേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അച്ചീവേഴ്സ് ആയിട്ട് നിൽക്കാൻ അവർക്ക് ഇന്ന് സാധിക്കുന്നു എന്നുള്ളത് അവർ ഈ ബിസിനസിനെ കുറിച്ച് ആദ്യം പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അവരെ ഇപ്പോഴും പലരും ഇത് ഉപേക്ഷിച്ചിട്ട് പോയിട്ടും അതിനോടുള്ളൊരു വിശ്വാസം, ആ വൈറ്റോറിയത്തോടുള്ള, കമ്പനിയോടുള്ള, സാഗർ ജോഷിയോടുള്ള നമ്മുടെ അതിനേക്കാൾ ഒക്കെ ഉപരി അദ്ദേഹം നമുക്ക് നൽകിയ ഈ ഒരു വലിയ പ്രോഡക്റ്റിനോടുള്ള ഉറപ്പ്, വിശ്വാസം, ഇതൊക്കെ അവരെ ഇന്നും ഇതിനകത്ത് നിലനിർത്തുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷൻ ഉപയോഗം അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മള് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്,
ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ആണ്, ഇതിനകത്തിൽ എന്താണ് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമെങ്കിലും, അല്ലെ പുതിയതായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു പ്ലാൻ ഒരാൾക്ക് കൊടുക്കണമെങ്കിലും, അല്ലെ ഒരു ബിസിനസ് കൊടുക്കണമെങ്കിലും നമ്മൾ വളരെ ചെറിയ രീതിയിൽ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക. കാരണം നമ്മളൊരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടം പഠിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ അഥവാ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം പഠിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അവരെ ക്ലിയർ ചെയ്ത് ബിസിനസ് എടുപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരിക്കലും നമ്മൾ ആദ്യം ചെന്നിട്ട് ഒരാളുടെ അടുത്ത് ബിസിനസ് എന്ന രീതിയിലായിരിക്കത്തില്ല സാധാരണ ആൾക്കാരിലൊക്കെ. നമ്മളൊക്കെ ആദ്യം ബിസിനസ് ആയിട്ടല്ല പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക, എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞത് ആദ്യം നമ്മൾ ബിസിനസ് മോഡിലാണ് ചെയ്തത്. കാരണം പൈസ അതുപോലെ കാണുന്നു കിട്ടുന്നു, അപ്പൊ വലിയ ഇതില്ല. അപ്പൊ അന്ന് പ്രോഡക്റ്റ് മാക്സിമം പർച്ചേസ് ചെയ്യിക്കുക എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കുറച്ച് എനിക്കൊക്കെ എനിക്ക് റിസൾട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിത് ഒരുപാട് ആൾക്കാരോട്, അതായത് ഒരുപാട് പേരെന്നോട് നമ്മുടെ അന്ന് കേരളത്തില് ഈ ബെറ്റർ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേര് എന്റെ റിസൾട്ട് ഞാനൊരു വോയിസ് ക്ലിപ്പ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എല്ലാവർക്കും കിട്ടി. അപ്പൊ അതിനെക്കുറിച്ച് എന്റെ നമ്പറിൽ ഒരുപാട് പേര് വിളിച്ച് എന്നോട് നേരിട്ട് ഇതിന്റെ സത്യാവസ്ഥയൊക്കെ തിരക്കി. ഇന്നും വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, പ്രേമ ഇങ്ങനെ ഒരു റിസൾട്ട് പറഞ്ഞു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനത് സത്യമാണ് വളരെ വ്യക്തമായിട്ട് എന്റെ അമ്മയുടെ കാലിന്റെ ഫോട്ടോ സഹിതം ഉപയോഗിച്ച ഡേറ്റ്, ഞാൻ വാങ്ങിച്ച ഡേറ്റ്, പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ 21 ദിവസത്തിനകത്ത് എന്റെ അമ്മയ്ക്ക് വന്ന മാറ്റം, അതായത് പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഞാൻ കൃത്യമായിട്ടൊരു തെളിവ് സഹിതമാണ് കൊടുത്തത്. കാരണം എല്ലാവർക്കും ആവശ്യം തെളിവുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഒരുപാട് എനിക്കറിയാവുന്ന രോഗങ്ങളുള്ള ഒരുപാട് പേർക്ക്, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക്, കാരണം അന്നൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കിയത് രോഗികളെ ആയിരുന്നു. അപ്പം പിന്നീട് നമ്മളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് പ്രൊഡക്ട്സ് പഠിച്ചു വന്നപ്പോ രോഗികൾക്കല്ല, ജീവനുള്ള എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ബോധ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്കും അറിയാവുന്ന നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഈ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പം അതെങ്ങനെയാണ് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് നമ്മൾ ഇനിയും കാണേണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും വലിയ സ്വത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ആണ്, നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ധനം, അല്ലെ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഹെൽത്ത് ഈസ് വെൽത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് സത്യമാണ്, ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും പറയും ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണെന്നൊക്കെ, പക്ഷെ ആരും വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാറില്ല. പക്ഷെ ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള നേട്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കൂ, അല്ലെ? നമ്മൾ ഈ ആരോഗ്യം ഇല്ലാതെ കുറെ പണം ഉണ്ടാക്കി വെച്ചിട്ടോ, അല്ലെങ്കിൽ കുറച്ച് സ്ഥാനമാനം ഉണ്ടാക്കി വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ബോധ്യം നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരിലേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ ഈ ബിസിനസ് വിജയിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് നമ്മൾ കേട്ടിട്ടിരിക്കുന്നത്. നമ്മുടെ ആധുനിക ലോകത്തെ മനുഷ്യൻ ആരോഗ്യവാനാണോ എന്ന ചോദ്യം നമുക്ക് നൽകുന്ന ഉത്തരം എന്താണ്, അല്ലെ? നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത് ആധുനികതയിലാണ്, ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതികയുടെ ഏറ്റവും വലിയ വികസനത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ എന്താ പറയുന്നേ, ഇപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തെ പറയുകയാണെങ്കിൽ ഇന്നോവേഷൻ, അല്ലെ? ഏറ്റവും വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ജീവിക്കുന്ന നമ്മുടെ ആരോഗ്യം എത്ര സേഫ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നിലവിലത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലെ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും യാതൊരു സംരക്ഷണവും ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ബെറ്ററും പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരെ കുറിച്ചല്ല, നോർമലി നമ്മളൊരു കാര്യം സാധാരണ പറയുകയാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടുകളില് ദിനം പ്രതി കൂണുകൾ പോലെ മുളച്ചു പൊങ്ങിക്കൊണ്ടുവരുന്ന ആശുപത്രി സമുച്ചയങ്ങള്, അതുപോലെ 4 വീട് കൂടുന്നിടത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ഒരു ലാബോറട്ടറി ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ സമൂഹം അനാരോഗ്യത്തിലാണെന്നുള്ളത്, അല്ലെ? അതുകൊണ്ടാണ് ഇങ്ങനെ ആശുപത്രികൾ ദിനംതോറും പൊങ്ങി വരുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നാടുതോറും അവിടെ ഇവിടെയൊക്കെ ഓരോ ദിവസവും വരുന്നു. അതുപോലെ തന്നെ 4 വീട് കൂടുന്നിടത്ത് ഒരു കവലയില് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നത് അമ്പലം, പള്ളി, അതുപോലെ പോസ്റ്റ് ഓഫീസ്, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളായിരുന്നെങ്കിൽ, സ്കൂളുകൾ ഒക്കെ സ്ഥാപനങ്ങളാണ്. ഇന്ന് എവിടെ ചെന്നാലും അതായത് ഒരു 4 വീട് കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. കാരണം അവർക്കറിയാം അവിടെ അതിന് ചാൻസ് ഉണ്ട്, അത് വിജയിക്കും, അവിടെ മെഡിക്കൽ ഷോപ്പ് ഇട്ടേ വിജയിക്കും. കാരണം ജീവിതശൈലി രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്തവരാരുമില്ല. അപ്പൊ അതുകൊണ്ട് അവർ അതിനെ ആ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും അനാരോഗ്യത്തിലാണ്. കാരണം മരുന്ന് കഴിക്കുന്നവരാണ് മിക്കവാറും ഉള്ള ആൾക്കാർ.
അപ്പം ഈ ഒരു പ്രശ്നം എന്താണ് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വലിയ ശോചനീയമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാല്, ഈ ചികിത്സാ രീതികൾക്കൊന്നും മനുഷ്യനെ ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മോശവശം അല്ലെങ്കിൽ ദോഷവശം. അതുപോലെ തന്നെ നമ്മൾ ഈ ആശുപത്രിയിൽ തോറും കയറി ഇറങ്ങിയിട്ട് നമ്മുടെ സമ്പത്തും ആരോഗ്യവും വീടും ഒക്കെ നഷ്ടപ്പെട്ട് പെരുവഴിയിൽ നിൽക്കുന്ന പല ആൾക്കാരെ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയസിലൊക്കെ കാണുന്നുണ്ട് അല്ലെ. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രോഗത്തിന്റെ ഭാഗമായിട്ട് വീട് വിൽക്കേണ്ടി വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത് നമ്മള് ഈ ഒരു ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടാനുള്ള ഒരു മാർഗമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു വലിയ അറിവാണ് ഏറ്റവും വലിയ ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവും. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് ആരോഗ്യവും എന്താ പറയുന്നത്, നല്ല ആരോഗ്യവും നല്ല മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ബാക്കി എല്ലാ നേട്ടങ്ങളും അല്ലെ. ഇനിയിപ്പം നമ്മുടെ ഈ ടീമിലൊക്കെ വന്നിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്ത് കോടീശ്വരന്മാരായിട്ടായിരിക്കുന്ന നമ്മുടെ ലീഡേഴ്സിനോടൊക്കെ, വലിയ ബഹുമാനപ്പെട്ട ലീഡേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്കണം. അവരൊക്കെ ആരോഗ്യം ഈ പ്രൊഡക്ട്സിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്ട്സ് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു, ആരോഗ്യം സംരക്ഷിച്ചു, അവരുടെ കൂടെയുള്ളവരെ സുഹൃത്തുക്കളെയും അവരുടെ ചുറ്റുമുള്ള ബന്ധുക്കളും എല്ലാവരും ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ പ്രൊഡക്ട്സ് അവർക്ക് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു? അവരൊന്നും ചെയ്തില്ല, അവർ പ്രൊഡക്ട്സ് മാത്രം കൊടുത്തു. പക്ഷെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവരുടെ കയ്യിൽ മണി കിട്ടി, പൈസ കിട്ടി. ഇന്ന് അവർ രക്ഷപ്രഭുക്കളാണ് ജീവിതത്തിൽ. ഒരിക്കൽ പോലും നടക്കില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ അവർ നേടിയെടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ മെയിൻ ഘടകം എന്താണ്? അവർക്കൊക്കെ ആരോഗ്യം ഉള്ളത് കൊണ്ടും ഉണ്ടായിരുന്ന ആരോഗ്യത്തെ നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് നിലനിർത്തിക്കൊണ്ട് പോയത് കൊണ്ടാണ് ഈ 4 വർഷക്കാലത്തിനോടകം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്കൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടൊരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പം ഞാൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യമില്ലാത്ത രോഗിയെ ഒരാൾക്ക് ഒരിക്കലും സാമ്പത്തികമായോ സാമൂഹികമായോ വളരാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ആരോഗ്യപരമായ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ, ഒരു ലോകത്തെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ ബൈറ്റോറിയത്തിന്റെ വരവ് അല്ലെ. ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെ ലോകത്തെ എല്ലാവരും അല്ലെങ്കിൽ മനുഷ്യർ ചില ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച ഒരാളായിരുന്നു ഡോക്ടർ സാഗർ ജോഷി. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ സമൂഹത്തെ എങ്ങനെ ആരോഗ്യപരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാം, ആരോഗ്യപരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചാൽ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ. അവർക്ക് ചിലപ്പോൾ അവരുടെ കയ്യിൽ ലക്ഷങ്ങളൊന്നും കൊണ്ടുവന്ന് മുടക്കി ഒരു ബിസിനസ് ഒന്നും ചെയ്യാനില്ലായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മള് ഓരോരുത്തരും ഈ ഒരു ബന്ധത്തിലെത്തിയത് അല്ലെ. നിങ്ങളത് ആലോചിച്ച് നോക്കി. നമ്മള് ഒരിക്കൽ പോലും കണ്ടുമുട്ടാൻ യാതൊരു ചാൻസും ഇല്ലാത്തവരാണ് ഇന്ന് പരസ്പരം കണ്ടും കേട്ടും അറിഞ്ഞും സുഹൃത്തുക്കളായും ബന്ധങ്ങളായും ഒക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണെങ്കിൽ കൂടി 4 വർഷമായിട്ട് ഇത്രയേറെ മനോഹരമായിട്ട് പോകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ വേണം പറയാൻ, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇത്രയും മനോഹരമായിട്ട്. അതായത് ഓരോ ദിവസവും നിങ്ങൾ കാണുന്നത് ബിസിനസിന്റെ വളർച്ചയാണ്, അല്ലെങ്കിൽ പ്ലാനിൽ ഉണ്ടാകുന്ന വരുമാനത്തിന്റെ വളർച്ചയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യാൻ തയ്യാറാകുന്നത്, ആ ചെയ്യുന്ന ജോലിക്ക് വരുമാനം തരാൻ നിങ്ങൾക്ക് കമ്പനി തയ്യാറാണ്, കമ്പനി അതിന് റെഡിയാണ് അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞാൻ ഒരു ജോയിങ് എടുക്കാം എന്ന് പറയുവാണെങ്കിൽ അത് മതി, അതിന്റെ കാശ് നിങ്ങൾക്ക് തരാം. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നോ? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്ക്. അവരൊക്കെ എത്ര ദിവസം പണിയെടുത്തിട്ടാണ് ഒരു ജോയിനിങ് കിട്ടുക. അതും ബൈനറിയിൽ പിന്നെ ജീനിയസിലും വിന്നേഴ്സിലും ഒക്കെ ഒരു ജോയിനിങ് ഒക്കെ ആയി പെയർ മാച്ച് ആയി വരണമെങ്കിൽ ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും അല്ലെ. പിന്നെ ചിലരൊക്കെ ദിവസങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ ഇന്ന് വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒത്തിരി ലീഡേഴ്സ് ആയിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവര് 10ഉം 16ഉം വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവ് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മളിലേക്ക് അവരൊക്കെ പകർന്നു തന്നിട്ടുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് അല്ലേ. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത്രയൊക്കെ നേടിയെടുത്തത്. അത് വളരെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് വളരെ ചുരുങ്ങിയിട്ട് നമുക്ക് തോന്നാവോ അത്ര വലിയ പാടൊന്നുമില്ലെന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ വെട്ടൂരിയൊക്കെ വന്ന് ചെയ്യുന്ന ഒരാൾക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടില്ല. ജോലി ചെയ്യാൻ എന്താ പറയുന്നത്, താല്പര്യമുണ്ടോ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, പ്രൊഡക്റ്റ് വാങ്ങുക, നിങ്ങളുടെ ഷെയർ അതിനകത്ത് നമുക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയില്ലാതെ നമുക്ക് കൊടുക്കാം. ആരുടെ അടുത്തും പറയാം. 10 പേരല്ല 100 പേരുടെ നമ്മുടെ എന്താ പറയുന്നത് ഓരോരുത്തരും ഉപയോഗിച്ചിട്ട് റിസൾട്ടുകൾ യൂട്യൂബിലാണെങ്കിൽ എവിടെ വേണേലും ഗൂഗിളിലൊക്കെ യൂട്യൂബിൽ എവിടെ കയറി നോക്കിയാലും ഈ ഇവിടത്തെ റിസൾട്ട് ഇല്ലാത്ത കാലമില്ല, ഇവിടത്തെ കുറിച്ച് പറയാത്ത സ്ഥലമില്ല. അപ്പൊ പിന്നെ നമ്മൾ പണ്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത പല ലീഡേഴ്സും ഇന്ന്, അത് സത്യമാണ്. നമ്മള് പറയും നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിസൾട്ട് ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സമയം വരും, സ്ഥലം വരും, അവിടെ നമ്മൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും.
എന്ന് പറഞ്ഞാൽ ചോദ്യം ഇനി മുമ്പുണ്ടായ പ്ലാനുകളിലൊക്കെ ഒരുപാട് വിഭജിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയും വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ കാലയളവിൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബെറ്റോറത്തിനല്ലാതെ വേറെ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പം ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്താണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഡയറക്ട് സെല്ലിംഗ് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? നമ്മളൊരു പ്രോഡക്റ്റ് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. മാനുഫാക്ചറിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിൽ നിന്ന് പ്രോഡക്റ്റ് ഇടനിലക്കാരില്ലാതെ മറ്റുള്ള ഒരു ഇതിന്റെ ഇടയ്ക്ക് ഇടനില ഒന്നുമില്ല. എനിക്കൊരു തൊഴിൽ വേണം, അപ്പൊ ഞാൻ ഇത് മാനുഫാക്ചറിൽ നിന്ന് നേരിട്ട് എടുത്തിട്ട് എന്റെ ഒരു കസ്റ്റമറിന് കൊടുത്താൽ ആ ഒരു ബിസിനസ് ചെയ്യുന്നതിന്റെ കമ്പനി എനിക്ക് അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം എനിക്ക് തരുന്നു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ ആശയം, അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതാണ്. അപ്പൊ അവിടെ നമുക്കൊരു തൊഴിൽ ലഭിക്കുന്നു, ഇല്ലെ? അവരുടെ നിലക്കാരനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു തൊഴിൽ ലഭിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു അഭിമാനത്തോടെ നമുക്ക് ഇതിന്റെ ഒരു പ്രൊമോട്ടറായിട്ട് നിൽക്കാം. എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇബൈറ്റോറിയം പ്രൊഡക്ട്സ് എന്താണെന്ന് പഠിക്കണം. ഇബൈറ്റോറിയം പ്രൊഡക്ട്സിന്റെ പ്രധാന ഘടകം എന്താണെന്ന് പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ ഈ 2026 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ഏകദേശം 3000-ലധികം പ്രോഡക്ട്സ് ഉണ്ട്. അത് FMCG ഉണ്ട്, കൃഷി, പിന്നെ മറ്റ് എല്ലാ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഫാഷൻ, അങ്ങനെ വാഹനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്നും ഇന്നും ഈ ബൈറ്റോറിയം ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരേ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബയോ മാഗ്നറ്റിക് പ്രോഡക്ട്സ് ആണ്. അത് എന്തൊക്കെയാണ് നമ്മുടെ ബയോ മാഗ്നറ്റിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഹെൽത്ത് സെക്യൂർ ചെയ്യുന്ന, ഞാന് പ്രേമ എന്ന് പറയുന്ന വ്യക്തിനെ ഇപ്പോഴും ആരോഗ്യമായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോ മാഗ്നറ്റിക് പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പം അതെന്താണ്? ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാട്രസ്, നമ്മുടെ റിസ്റ്റ് ബാൻഡ്, നമ്മുടെ വാട്ടർ എനർജി പാടൊക്കെ ചേർന്ന് വരുന്ന ഒരു ഹെൽത്ത് പാക്കേജ് ആണ് നമ്മളെ നമ്മളാക്കി ഇരുത്തുന്നത്, അല്ലെ? അതുള്ളത് കൊണ്ടാണ് നമുക്ക് ബാക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അതെന്താണെന്നും അതിന്റെ ആ ഒരു ചെറുതായിട്ട് വളരെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനിങ്ങനെ വലിച്ചു നീട്ടി വലിയ കാര്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് വളരെ ചുരുങ്ങിയ സമയം അതിനകത്ത് എനിക്ക് പറഞ്ഞു തീർക്കണം. അപ്പൊ അതിനു മുമ്പ് ഈ ബെറ്റോറിയം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അതിന്റെ സാധ്യത നമുക്ക് ചുരുങ്ങിയ സമയത്തിനകത്തൊന്ന് നോക്കാം. ഈ ബെറ്റോറിയത്തിന്റെ സാധ്യതയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണ്. എന്താണ് ബയോ മാഗ്നറ്റിക് തെറാപ്പി? അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണ്. അതായത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും. പിന്നെ അപ്പം ഈ ഭൂമിയും ആകാശവും വായുവും ജലവും അഗ്നിയും ചേരുന്ന പ്രകൃതിയിൽ നിന്നുണ്ടായ ജീവജാലങ്ങളിൽ പ്രമുഖനാണ് മനുഷ്യൻ. അപ്പം നമ്മുടെ ശരീരത്തിന്റെ ബേസിക്സ്, അതായത് അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ കോശങ്ങളാണ്, സെൽസ് എന്ന് പറയും, അല്ലെ? സെൽ ഇംഗ്ലീഷിൽ സെൽ എന്ന് പറയുമ്പോൾ അത് ബാറ്ററി ആകും. ബാറ്ററി എന്ന് പറയുമ്പോൾ അത് പ്രവർത്തിക്കണമെങ്കിൽ അത് ചാർജ് വേണം എന്ന് പറയുന്ന പോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിന് അടിസ്ഥാനപരമായ ഘടകങ്ങളിലെ പ്രധാനപ്പെട്ട സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഒരു എനർജി അത്യാവശ്യമാണ്, ചാർജ് അത്യാവശ്യമാണ്. ആ ചാർജ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജന്മം കൊണ്ട്, അല്ല അതിനകത്തിലാണ് നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ട മനുഷ്യരാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശുദ്ധവായു, ശുദ്ധജലം, സൂര്യപ്രകാശം കേൾക്കുന്നു, ഭൂമിയിൽ നടക്കുന്നു. അപ്പം ഈ ഭൂമിയുടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ആണ് നമ്മളെ ഭൂമിയിൽ ചലിക്കാൻ, മൂവ്മെന്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ നിലനിൽക്കുന്ന എല്ലാത്തിനെയും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ഭൂമിയുടെ ഒരു പവർ ഉണ്ട്. അത് നമ്മൾ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഭൂമിയിൽ നടക്കുമ്പോഴാണ് ലഭിക്കുക. അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്തെ മനുഷ്യർ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് കായിക അധ്വാനം ഉണ്ടായിരുന്നു, ജോലി ചെയ്താണ് ജീവിച്ചത്. കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്യുന്നു. അതായിരുന്നു ആദ്യം മനുഷ്യര് തുടങ്ങിയ പണി എന്ന് പറയുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട പണിയായിരുന്നു. അപ്പൊ ആ പണിയിലൊക്കെ കായികാധ്വാനം ഉണ്ടായിരുന്നു, ഭൂമിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, സൂര്യപ്രകാശം ഉണ്ടായിരുന്നു, ശുദ്ധവായു ഉണ്ടായിരുന്നു, ശുദ്ധജലം ഉണ്ടായിരുന്നു. കുളങ്ങളിലും തടാകങ്ങളിലും ഒക്കെ മുങ്ങി കുളിക്കുന്നു, നല്ല വെള്ളം കുടിക്കുന്നു, അങ്ങനെ നല്ല ആഹാരം കഴിക്കുന്നു, ഇല്ലേ? കെമിക്കലുകളോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത നല്ല ആഹാരമൊക്കെ കഴിച്ച് മനുഷ്യന് ആരോഗ്യം ഒരു ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. അവർക്ക് മരണമല്ലാതെ മറ്റൊരു പ്രശ്നം അവർക്ക് വന്നിരുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ കാട്ടിലൊക്കെ താമസിച്ച സമയത്തോ ജീവിതത്തിന് സുരക്ഷയില്ലായിരുന്നു. ജീവികളോ മറ്റുള്ളതൊക്കെ ഉപദ്രവിച്ച് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ കുറവായിരുന്നു. പക്ഷെ നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കോൺക്രീറ്റ്, അതിനൊക്കെ നമ്മുടെ സാഗജോഷ് സാറൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങൾക്കകത്തിൽ ഇതൊക്കെ പറയാറുണ്ട്. പഞ്ചഭൂത നിർമ്മിതയെ കുറിച്ച്, ശരീരത്തെ കുറിച്ചും ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്തെ കുറിച്ചൊക്കെ അവരൊക്കെ അതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ നിലവിലെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇതൊന്നും നമുക്ക് സാധ്യമല്ല, അല്ലെ? നമുക്ക് പഴയ പോലെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാനോ ഇതൊന്നും നമുക്ക് സാധ്യമല്ല. അപ്പൊ ഇവിടെയും നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കണമെങ്കിലും ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിലും നമ്മുടെ കോശങ്ങൾക്ക് ഒരു എനർജി ആവശ്യമാണെന്നുള്ളത് അനിവാര്യമാണ്. ആ എനർജി പണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് ലഭിക്കാൻ നമുക്ക് സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ ബയോട്ടോറിയം പ്രോഡക്ട്സ്. അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണെന്ന് നമ്മൾ അറിയണം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാല്,
ഇതിനകത്ത് നമ്മൾ ഈ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു സെൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു എനർജി അത്യാവശ്യമാണ്. ഈ സെൽ വോൾട്ടേജ് ആണ്, ഈ കോശങ്ങളുടെ എനർജിയാണ് നമ്മുടെ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ, അതായത് നമ്മുടെ മെറ്റബോളിസം ലെവലൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തെ ആരോഗ്യപരമായി നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത് ഈ സെൽ വോൾട്ടേജ് ആണ്. ഇത് നമ്മുടെ നഖം മുതൽ മുടി വരെ നമ്മുടെ ശരീരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു എനർജി പാത്ത് വേ ആണ്, എനർജിയുടെ വഴിയാണ് ഈ സെൽസിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഈ സെൽ വോൾട്ടേജ് എന്ന്. ഇത് നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അതുപോലെ തന്നെ ഓക്സിജന്റെ ആഗിരണം നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് നടക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു മനുഷ്യൻ ഹെൽത്തിയാണ്, ആരോഗ്യവാനാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ഓക്സിജനും ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. ബ്ലഡിലൂടെ നമ്മൾ കഴിക്കുന്ന നല്ല ആഹാരത്തിലൂടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളും മിനറൽസും എല്ലാം ലഭിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സർക്കുലേഷൻ നടക്കുന്ന ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിൽ ബ്ലഡ് എത്തുമ്പോൾ അവിടെ എല്ലാം വേണ്ട കാര്യങ്ങളും ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം ചെറുപ്പമായിട്ട് ആരോഗ്യമായിട്ട് നിലനിൽക്കും. നമുക്ക് രോഗപ്രശ്നങ്ങളൊന്നും വരില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല. അവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. അപ്പൊ നമ്മൾ രണ്ടാമത് 99% നമ്മൾ ആരോഗ്യവാനാണെങ്കിലും രണ്ടാമത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോ നമ്മൾ കാണാനൊക്കെ പോകുന്ന വലിയ വലിയ വൈറസുകൾ. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം, കൊറോണ ഒരു വലിയ മഹാമാരിയായിരുന്നു, അതിനെ നമ്മൾ പേടിച്ചു, കുറെ ആൾക്കാരെ കൊറോണ കൊന്നു ഇല്ലേ? അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ്? ഈ ആരോഗ്യപരമായ അവസ്ഥ മോശമായതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞത് കൊണ്ടാണ് കടന്നു വന്ന അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തിയത്, നമ്മൾ മരണത്തിലേക്കൊക്കെ പോയത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞില്ലേ, അന്നത്തെ ആ ഒരു അവസ്ഥയിൽ, അതായത് വേൾഡ് മുഴുവൻ പാൻഡമിക് ആയ അവസ്ഥയിൽ മുംബൈയിലെ ചേരികളിൽ ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആയെങ്കിൽ നമ്മളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയിൽ അല്ലെങ്കിൽ മെച്ചപ്പെട്ട അവസ്ഥകളിലാണ് ജീവിക്കാറുള്ളത്. വൃത്തിയുള്ള അന്തരീക്ഷം, ഏകദേശം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ ഉപയോഗിച്ചാൽ നമുക്ക് മരണമല്ലാതെ ഒരു അസുഖവും ഈ ലോകത്തിൽ നമുക്ക് വരില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടേത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്ന ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങൾക്ക് ലഭിച്ചിരുന്ന, പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്ന സെൽ വോൾട്ടേജിനെ, ആ ഒരു എനർജിയെ കൊടുക്കാൻ ഇന്ന് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാത്തതുകൊണ്ട് നമുക്ക് പറ്റാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ബെഡോറം പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പ്യുവർ റെയർ എർത്ത് മാഗ്നറ്റിക് ആയ നിയോഡൈമത്തിന് അത് സാധിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിന് വേണ്ട മാഗ്നറ്റിക് ഫീൽഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ശരീരത്തിന് കോശങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവാൻ കഴിയുന്നു. അങ്ങനെ ആ ഒരു ശരീരത്തിലുണ്ടാകുന്ന എത്തിച്ചേരുന്ന വിഷങ്ങളെയും കെമിക്കൽസിനെയും പ്രിസർവേറ്റീവ്സിനെയും ഒക്കെ പുറന്തള്ളിയിട്ട് നല്ല രീതിയിൽ ശരീരത്തെ നല്ല രീതിയിൽ ആരോഗ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇത്രയേ ഉള്ളൂ, ശരീരത്തിലെ കോശങ്ങളെ ആരോഗ്യപരമായിട്ട് വെക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അല്ലാതെ നമ്മുടെ ശരീരം ഷുഗറിനോ കൊളസ്ട്രോൾ അല്ല നമ്മൾ പറയപ്പെടുന്ന രോഗങ്ങൾക്കൊന്നും ഉള്ള മരുന്നല്ല ഇത്. ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സെൽസ് ആണ് റിജനറേറ്റ് ചെയ്യുന്നത്, അത് പുനർജീവിക്കുന്നു, കൂടുതൽ ആക്റ്റീവ് ആകുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സെൽ വോൾട്ടേജ് വേണ്ട അല്ലെങ്കിൽ കോശങ്ങൾക്ക് എനർജി വേണ്ടത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്കും അതുപോലെ നമ്മുടെ ഹാർട്ടിന്റെ കോശങ്ങൾക്കുമാണ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടാതെ നമ്മളിപ്പം നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് നമ്മുടെ തലച്ചോറിനും നമ്മുടെ ഹൃദയത്തിനും ഒക്കെ നല്ല അതിന്റെയൊക്കെ ഭാരം കുറച്ചു കൊടുക്കുന്നു, വളരെ സിമ്പിളാക്കി. അതിന്റെ പരമായിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോൺസുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഈ നല്ല ഹോർമോൺസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ശാന്തി, സമാധാനം, സന്തോഷം, ഒരുപാട് ഭംഗി, നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും, നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വളരെ സന്തോഷത്തോടെ ഈ ബിസിനസ്. എത്ര ദേഷ്യപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ പോലാണെങ്കിലും നമ്മൾ പോയിരുന്നാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ദേഷ്യമൊന്നും വരില്ല. കാരണം എന്താണ്? നമ്മൾ ഹെൽത്തിയാണ്, ഹാപ്പിയാണ്, നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ട് സമാധാനമുള്ള ഒരാളായിട്ട് മാറാൻ, ഒരു ഓറയുള്ള മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രൊഡക്ഷന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഈ മറന്നു പോകാതിരിക്കാനേ, എനിക്ക് കുറച്ച് കാലമായിട്ട് ചെറുതായിട്ടില്ല, എനിക്കൊരു ഹെൽത്ത് പ്രശ്നമൊക്കെ വന്നതിന് ശേഷം ചെറിയൊരു മറവിയുടെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പം വളരെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ നമ്മുടെ സെൽസിന്റെ നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ട് സാഗർ ജോഷി സാറാണ് ഇത് കൊണ്ടുവന്നത് എന്നൊക്കെ ചെന്ന് പറയേണ്ടി വരുന്നു. പക്ഷെ അദ്ദേഹം ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഈ ഒരു ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിലും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചികിത്സാ രീതിയെ കുറിച്ച് 15ാം നൂറ്റാണ്ടിലെ ലോകത്തിന് പരിചയമുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലോകത്തിന് പരിചയമുണ്ട്. അതായത് ജർമ്മനിയിലാണ് ഒരു സ്വിസ് ശാസ്ത്രജ്ഞനായ അല്ലെങ്കിൽ ഒരു സ്വിസ് ഡോക്ടറാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഒരു അസ്ട്രോളജറാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പാരസെൽസ്. അദ്ദേഹമാണ് ഈ സെൽസിനെ കുറിച്ച്, അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് രോഗങ്ങൾ ആയിട്ട് അദ്ദേഹത്തിന് എടുത്തു ചെന്ന ഒരുപാട് രോഗികൾക്ക് അദ്ദേഹം പല മരുന്നുകളൊക്കെ കൊടുത്തിട്ടും അവർക്ക് പെട്ടെന്നൊരു റിലീഫ് ഒന്നും കിട്ടിയില്ല, അവർക്ക് ആശ്വാസം ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് ഈ ഒരു
സെൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പി. അതുകൊണ്ടാണ് അദ്ദേഹത്തെയാണ് നമ്മുടെ ആധുനിക മാഗ്നറ്റിക് തെറാപ്പിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്, ഡോക്ടർ പാരസിലസ്. അപ്പൊ ഞാനിതിവിടെ അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഇതൊക്കെ ചെന്ന് ഒരാളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ഈ ബൈറ്റോറത്തിലുള്ള എല്ലാ അംഗങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യമായിട്ട്, കാരണം നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൊണ്ടും അറിവില്ലാത്തവരായി പോകരുത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം. അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അത് എല്ലാവരോടും ചെന്ന് എല്ലാ സമയത്തും പറയണമെന്നുള്ളതല്ല. അത് എങ്ങനെ പറയണം, എവിടെ പറയണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ട്രെയിനിങ് തരും. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പഠിപ്പിച്ചു തരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വന്നിട്ട് പഠിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഉൾപ്പെടുന്ന തലമുറ പ്രകൃതിയുമായിട്ട് വലിയ ബന്ധമില്ലാതെയാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടായത്. അപ്പൊ നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്നില്ല, ശുദ്ധജലമില്ല, ശുദ്ധവായു ഇല്ല, കായികാധ്വാനമില്ല, നടത്തമൊന്നുമില്ല, തൊട്ടടുത്തോട്ട് പോകാൻ പോലും നമ്മൾ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നില്ല. നടക്കാറില്ല, ആരും നടക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഒന്നും ഉപയോഗിക്കാറില്ല, സ്റ്റെപ്പുകൾ ഉപയോഗിക്കാറില്ല, ലിഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആധുനിക സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉൾപ്പെടെ സകല കാര്യങ്ങളിലും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് ബയോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന ദോഷകാരികളായ റേഡിയേഷനുകൾ, ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ നമ്മൾ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. അതിനകത്തില് വളരെ പവർ കൂടിയ റേഡിയേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനികത എന്ന് പറയുന്ന നമ്മൾ കൊണ്ടു നടക്കുന്ന സൗകര്യങ്ങളിലെല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വകയ്ക്കും കൊള്ളാത്തവരായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അവസ്ഥയിലൊക്കെ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മളെ എത്രത്തോളം സേഫ് ആക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഘടകമാണ്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മൾ വീട്ടിനകത്തിട്ട് ഫാനൊക്കെ ഇട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിതരായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലുള്ള എനർജിയെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നു. നമ്മുടെ ശരീരം പഴം പോലെ അല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, കോട്ടുവായിടുന്നു, ഓക്സിജൻ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മോശപ്പെട്ടു. അതേസമയം ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു റിസ്റ്റ് ബാൻഡോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളമോ ഒക്കെ കുടിച്ചിട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് ബോധ്യപ്പെടണം, അറിഞ്ഞു ബോധ്യപ്പെടണം, അത് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. അപ്പം ഈ ബൈറ്റോറിയം മാഗ്നറ്റിക് പ്രൊഡക്റ്റ് അതിനകത്തിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ 100% പ്യുവർ റെയർ എർത്ത് മാഗ്നറ്റ് ആയ നിയോഡൈമിയം ആണ്. അത് 100% ബയോ മാഗ്നറ്റിക് ആണ്, ബയോ എന്ന് പറയുമ്പോൾ അതാണ് പ്രകൃതിദത്തമാണ്, പ്രകൃതിജന്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിച്ചുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഉള്ളതെന്നുള്ള നമ്മളൊരു വിശ്വാസത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ എന്താണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഡിസോർഡർ ആയി കിടക്കുന്ന എല്ലാം ഓർഡറിലാക്കുന്നു. അതുപോലെ തന്നെ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ശരീരത്തിലെ രക്തചംക്രമണത്തെ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനെ ഓക്കെ ആക്കുന്നു. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആയാലും ശരീരത്തിൽ എത്തുന്ന ഓക്സിജനെ നല്ല രീതിയിൽ അതിനെ ആഗിരണം ചെയ്യാൻ സാധിക്കും ശരീരത്തിന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം എന്താകും? പൂർണ്ണ ആരോഗ്യമാകും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഷുഗർ, BP, ഒബിസിറ്റി, സ്ട്രെസ്, ഇൻസോമാനിയ, അതായത് ഇൻസോംനിയ, ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ മാറിക്കിട്ടും, നമ്മൾ ആരോഗ്യമുള്ളവരായി തീരും. അപ്പൊ ഇത് മനുഷ്യർക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ഉപയോഗപ്രദമാണെന്ന് പല പരീക്ഷണങ്ങളിലൂടെയും ഡെമോകളിലൂടെയും നമ്മളെല്ലാം കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. വാടി നിൽക്കുന്ന ഒരു ചെടിക്ക് പൂത്ത് അല്ലെ നമ്മളൊരു ചെടിക്ക് നല്ല ഇത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ ചെടി നല്ല രീതിയിൽ വളരുന്നില്ല. നിങ്ങൾ 10 ദിവസം ഈ ബെഡ്റൂമത്തിന്റെ വെള്ളം ഒന്ന് ഉപയോഗിച്ച് നോക്കി, ആ ചെടിക്ക് പെട്ടെന്ന് അത് വളരുന്നതും പൂക്കുന്നതും കാണാം. വേറൊരു ചെടിയെ ഒരേപോലെ 2 ചെടികളെ വെച്ചിട്ട് പരീക്ഷിച്ച്, ഇതൊക്കെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടതാണ് കുറെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇപ്പോഴും എന്റെ ചെടികൾക്കൊക്കെ ഈ ബെഡ്റൂമത്തിന്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നല്ല ആരോഗ്യമായിട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുന്നത്. മനുഷ്യര് നന്നായിരിക്കുന്നത്, പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത്, പ്രകൃതി സൗന്ദര്യമൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ആരോഗ്യത്തിന്റെ മെയിൻ ഘടകങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മള് പിന്നെ ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, ഈ ബെഡ്റൂമത്തെ 4 വർഷം കൊണ്ട് അരച്ച് കലക്കി കുടിച്ച ആൾക്കാരാണ് എന്റെ ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും എന്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് പ്ലാന് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ബിസിനസിന്റെ സാധ്യത ഉപയോഗിച്ച് ചുരുങ്ങിയ കാലയളവിൽ കോടീശ്വരന്മാരായ ഒരുപാട് പേര് നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മനോജ് സാറ്, ഡാനി സാറ്, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അവര് ആ ഒരു സാധ്യതയെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അവരൊക്കെ നേടിയെടുത്തത് അതിനേക്കാളൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് നമുക്ക് ആ ഒരു കോടീശ്വരന്മാരാകാനുള്ള സാധ്യത ഇന്ന് നമ്മുടെ കമ്പനി 2026 ജനുവരി 2 മുതൽ പുതിയ ബൂസ്റ്റർ ബോണസ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതിനകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും എനിക്ക് വളരെ സന്തോഷമുള്ള നമ്മുടെ
ഇന്ന് MC ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട സുജമോൾ മാഡം, അത് ആ മാഡത്തിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനി പറഞ്ഞ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് 3 ലക്ഷം രൂപ നേടി അച്ചീവ് ചെയ്തു. അപ്പൊ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? ജീവിതത്തിലൊക്കെ നമ്മളൊക്കെ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല തായ്ലൻഡൊക്കെ ഒന്ന് പോകാൻ. നമ്മുടെ കയ്യിൽ നിന്ന് കാശൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പോകാനാ. അപ്പൊ ഇതിലൊക്കെ വന്നപ്പോ നമ്മുടെ കയ്യിൽ കാശ് കൊണ്ട് നമുക്ക് പോകാനൊരു സംഭവമായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ ചെന്ന് സുജാ മാഡത്തിനൊക്കെ 100% പോയിട്ട് കട്ട് ആൻഡ് റൈറ്റിൽ ചെന്നിട്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്റെ എനിക്ക് ഇത്രയും പൈസ കിട്ടി, ഞാൻ നമ്മുടെ കമ്പനിയുടെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറാണ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നു, നമുക്ക് പോവാ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ഒരു പവറിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് എത്താൻ സാധിച്ചെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുക, അത് ഉപയോഗിക്കുക, റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ റിസൾട്ടിന് ശേഷം നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയുക, അങ്ങനെ ഒരു ബിസിനസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ഈ വനിതാ വാരത്തോടനുബന്ധിച്ച് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വനിതകളാണ് ഇവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ ഒരുപാട് മടിയുള്ള ലേഡീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പം വന്ന എല്ലാവരും ആക്റ്റീവാണ് കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ്. എല്ലാവരെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രോഗ്രാമുകളിലൊക്കെ കാണാറുണ്ട്, എല്ലാവരും വളരെ ആക്റ്റീവാണ്. അപ്പം ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ പേടിയോടെ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ടീമാണ്. നമ്മുടെ ടീം നമുക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നത്. നമുക്ക് സ്റ്റഡി ചെയ്ത് നമുക്ക് എങ്ങനെ വേണം, നമുക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ലീഡേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിനകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഈ ബൂസ്റ്റർ ബോണസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് വളരെ അറിയാവുന്നവരുണ്ടെങ്കിലും അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാണ്. ബൂസ്റ്റർ ബോണസ് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വന്ന സമയത്ത് നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് 500 രൂപ എന്ന് പറയുന്നത് 440 രൂപയാണ് നമുക്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്തിൽ പിന്നെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പിന്നീടാണ് ഫാമിലി ബോണസ് ഒക്കെ കിട്ടുന്നത്. അപ്പം ആ ഒരു സമയത്തൊക്കെ അത്രയും റിസ്ക് എടുക്കും. ഇപ്പൊ ഇന്ന് നിങ്ങൾ ആലോചിക്കും ബൂസ്റ്റർ ബോണസ് പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ എന്ത് പ്ലാനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു എക്സൈറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അന്നെടുത്ത പകുതി പോലെ റിസ്ക് നമ്മൾ എടുക്കണ്ടേ. ഇത് നമ്മൾ വന്നൊരു ബിസിനസ്, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഒരു ബിസിനസ് ഐഡിയ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലും നമ്മൾ ഒരു 100 PVയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ 4040 രൂപ നമുക്ക് അക്കൗണ്ടിൽ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാതെ പോലും ഈ ഒരു വ്യക്തിക്ക് അത് കിട്ടും. അതുപോലെ തന്നെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം ഒരു ദിവസം തന്നെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ജീനിയസ് ടീമിലും വിന്നേഴ്സ് ടീമിലും ഒരു 100 PV കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ആ ഒരു അവസ്ഥ 6500 രൂപയാണ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ലഭിക്കുക. ആലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്ന്. അന്നൊക്കെ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആൾ കിട്ടുന്നത് 500 രൂപയാണ്, അക്കൗണ്ടിൽ വരുന്നത് 440 രൂപ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 6500 രൂപ. അതിനുശേഷം ഇദ്ദേഹം 100 PV ആണ് എ ടീമിലും ബി ടീമിലും കൊണ്ടുവരുന്നെങ്കിൽ, സോറി വിന്നേഴ്സിലും കൊണ്ടുവരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസത്തെ വരുമാനം 440 പ്ലസ് പിന്നെ അതിന്റെ ഫാമിലി ബോണസ്, ആ ഫാമിലി ബോണസും കൂടെ ചേർത്തിട്ട് 6820 രൂപ കൂടെ ചേർത്തിട്ട് ഒരാളുടെ ഒരു ദിവസത്തെ വരുമാനം ഒരു ജോയിനിങ്ങിന്, ഒരു ബൈനറിയിൽ 100 PVയുടെ ഒരു പെയർ മാച്ചിന് കിട്ടുന്നതാണ് 14,900 രൂപ. ഇന്നലെ നമ്മുടെ ഡോക്ടർ സുമേഷ് സാറിന് അത് കിട്ടിയിരുന്നു. ഞാനത് കണ്ടപ്പോ ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ അന്നൊക്കെ എത്ര നമുക്ക് 14,900 വാങ്ങിക്കായിരുന്നു എന്ന് ആലോചിക്കും. പക്ഷെ അതൊക്കെ ഒരു സമയം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അന്നും നമ്മളെ ആഗ്രഹിക്കുന്ന രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അതിപ്പോ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് വരുന്നു. അതനുസരിച്ച് ആൾക്കാർ ഇതിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ഒരു കഷ്ടപ്പെട്ട ഒരു 5 വർഷം ഇതിനകത്ത് നിൽക്കാൻ തയ്യാറായി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണാനുള്ള പൈസ ഉണ്ടാക്കാം അല്ലെ. എന്റെയൊക്കെ ആഗ്രഹം എന്താണെന്നറിയോ? കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ ഈ മാവേലിക്കര, ആലപ്പുഴ, കേരളം ഒന്നുമായിട്ട് മാത്രം ജീവിക്കാനാണ്. എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകണം. ഇന്ത്യ അല്ല, ലോകം മുഴുവൻ പോകണം. യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കാശൊക്കെ ആകുമ്പോൾ എല്ലാം ഒക്കെ ആയിരിക്കും. പ്രാർത്ഥിക്കാം. അപ്പൊ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ വനിതാ വാരത്തോടനുബന്ധിച്ച് എനിക്ക് വനിതകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പറയുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരുപാട് എന്താ പറയുന്ന കഴിവുകളുള്ള വനിതകളാണ് എല്ലാവരും. എന്നിരുന്നാൽ പോലും നമ്മളെയൊക്കെ വനിതകളാണ്, നിങ്ങൾ സ്ത്രീകളാണ്, നിങ്ങളെ കൂടെ ഒന്നിനും കൊള്ളില്ല, നിങ്ങളെ കുറ്റം പറഞ്ഞ ഒരുപാട് പേരുണ്ട്. നമ്മുടെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മുടെ ലീഡേഴ്സ് ആരും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സപ്പോർട്ട് ചെയ്തവരെക്കാട്ടി നമ്മുടെ ലൈഫിൽ ഒരു വിജയത്തിൽ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മളെ വേദനിപ്പിച്ചവരോടാണ്. കാരണം അവർ അന്ന് അങ്ങനെ ഒരു വാശി നമുക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഒരാളായി മാറിയത്. ഇല്ലേ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ മരിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇത്രയും ആക്റ്റീവായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എന്റെ ഒരു ജീവിതമാണ് എനിക്ക് തന്ന ധൈര്യം. അതെന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് അതൊക്കെ ഒരുപാട് സന്തോഷവും ധൈര്യവും ഒക്കെ തന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത്രയും സമയത്തിനകത്ത് വാരി വലിച്ച് പറഞ്ഞു, എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്.
എന്നാലും ഒരുപാട് സന്തോഷം കേട്ടോ. എന്നാലും ഇതിവിടെ ഇങ്ങനെ വിജയിച്ച് നിൽക്കാൻ നമുക്ക് സാധിച്ചത് നമ്മളെ വാശി പിടിപ്പിച്ച കുറച്ച് ആൾക്കാർ കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കി അല്ലേ. വാശി പിടിപ്പിച്ചവർ ഉള്ളതുകൊണ്ട് നമ്മളെ സ്നേഹിച്ചവരെയും കൂടെ നിർത്തിയവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി, അവർ പറയുന്നത് അനുസരിക്കാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലെത്തി വളരാൻ പറ്റി. ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറാൻ നമുക്ക് പറ്റി. നമ്മളെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടായി, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായി, നമ്മളെ കുറെ പരിഗണിക്കുന്നവരുണ്ടായി. അപ്പൊ നമ്മൾ കൊടുത്തിട്ട് അല്ല അവരെന്നെ നമ്മളൊരാളെ സ്നേഹിച്ചിട്ട് അവരെന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ട് നമ്മളിൽ അവരുമായിട്ട് ചേർന്ന് നിൽക്കുക, അത് നമ്മുടെ ജീവിത വിജയത്തിന് നമ്മളെ ഒരുപാട് സഹായിക്കും. അതിനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം. നമ്മുടെ ഇബൈറ്റോറിയം കമ്പനി പ്രോഡക്റ്റും പ്ലാനും ലീഡേഴ്സും എല്ലാം 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 അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം നമ്മള് ഈ ഓരോ കാര്യമില്ലേ, നമ്മൾ ഈ ലക്ഷങ്ങളൊക്കെ നേടിയെടുത്ത് നമ്മൾ വലിയ വിന്നറായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഓരോ നേട്ടത്തിലും നമ്മുടെ വിയർപ്പുണ്ട്, നമ്മുടെ പങ്കുണ്ട്, നമ്മൾ കൊടുത്ത ടാക്സ്, നമ്മൾ അടച്ച പൈസ, നമ്മൾ കൊടുത്ത GST, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയില് നമ്മുടെ രാജ്യം ഓരോ തരത്തിലും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പങ്കുണ്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും പങ്കുണ്ടെന്ന് നമുക്ക് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് വനിതകള് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇതിനകത്തിൽ അവർക്കുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ. അതുപോലെ തന്നെ ഈ ബൈറ്റോറിയം ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഇബൈറ്റോറിയം ആണ്. ഈ കമ്പനി ഇന്നിപ്പം നമ്മുടെ 28 സംസ്ഥാനങ്ങളിലായിട്ട് 758 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ ആ ദേശീയ നിർമ്മാതാവ് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആഗോള തലത്തിൽ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയായിട്ട് മാറാൻ പോവാണ് ഡോക്ടർ സാഗർ ജോഷി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ബിസിനസ്സും വേൾഡ് വൈഡ് ആവുകയാണ്. അദ്ദേഹം എന്തൊക്കെ പ്രൊമോഷൻസ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ കൊണ്ടുവരുന്നു അതിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യയിൽ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഇനി ലോകം മുഴുവൻ 150 രാജ്യങ്ങളായിട്ട് ഏകദേശം വിവിധ കാര്യങ്ങളിൽ കരാറ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസിന്റെ പ്രൊമോട്ടറാണ് അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പാർട്ണർ ആണെന്നൊക്കെ അന്തസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുക, നല്ല രീതിയിൽ ബിസിനസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പം സമയം അതിക്രമിച്ചു, അപ്പൊ നമ്മുടെ സമയം തീരാറായി. അപ്പൊ എന്താണ് പറയാനുള്ളത്, എല്ലാരും വളരെ സന്തോഷപൂർവ്വം ഈ ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറാകുക കേട്ടോ. വളരെ സന്തോഷത്തോടെ ചെയ്യുക. സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും സന്തോഷത്തോടെ വിജയത്തിലെത്തി നിൽക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്നതൊക്കെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് മനസ്സിലാവണമെന്നോ എത്രയും പെട്ടെന്ന് നമ്മൾ പറയുന്ന രീതിക്ക് ആൾക്കാർ വരണമെന്നോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മള് ചിന്തിക്കുന്ന രീതിയിലല്ല ഓരോരുത്തരും ചിന്തിക്കുന്ന, എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വേണം ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. അപ്പൊ അതിന് നമുക്ക് അഭിമാനത്തോടെ ലോകം കാണാൻ അങ്ങനെ വേണം നമ്മൾ ആഗ്രഹിക്കാൻ. ഈ ലോകം മുഴുവൻ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ സാധിക്കും. അപ്പൊ അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനം, മാർച്ച് 8-ാം തീയതിയാണ് വനിതാ ദിനം. അപ്പൊ എന്റെ ഒരു വനിത എന്ന നിലയിൽ എല്ലാ വനിതകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേർന്നുകൊള്ളുന്നു. അപ്പൊ എല്ലാവരും വിജയിക്കുക, സക്സസ് ആകുക, ലോകത്തിന്റെ രാജ്യത്തിന്റെ വികസനത്തിന്റെ പങ്കാളികളാകുക. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഭയങ്കര ഇറാനും ഇസ്രയേലൊക്കെ ആയിട്ട് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരും നമ്മുടെ സുഹൃത്തുക്കളും അയൽക്കാരും നമ്മുടെ നാട്ടുകാരും ഒക്കെ ഒരുപാട് പേര് അവിടെയൊക്കെ യുദ്ധസ്ഥലങ്ങളിലൊക്കെ പെട്ടുകിടപ്പുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജീവനും ഒന്നും ഒരാപത്തും വരാതിരിക്കാൻ പ്രാർത്ഥനയിൽ എല്ലാവരും പ്രത്യേകം ഓർക്കുക. നോമ്പ് കാലമാണ്. അപ്പം നമ്മുടെ എല്ലാവരും ക്രിസ്ത്യാനികൾക്കാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും എല്ലാവർക്കും നോമ്പ് കാലമാണ്. അപ്പൊ ഈ നോമ്പിലൊക്കെ എല്ലാവരും പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക. ലോകത്തിന്റെ സമാധാനം കൂടെ ആഗ്രഹിക്കുക. അപ്പം ലോക സമാധാനമായിട്ട് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. യുദ്ധമൊക്കെ വന്ന് എല്ലാം പ്രശ്നമായി പോയാൽ നമുക്ക് വളരണ്ടേ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ലോകം നിലനിന്നെങ്കിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ഫ്യൂച്ചർ ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. സ്നേഹപൂർവ്വം താങ്ക് യു. മാഡം, സ്കോപ്പ് ഓഫ് ഇബൈറ്റോറിയം, അതായത് സാധ്യതകളെ കുറിച്ച്, നമ്മുടെ കമ്പനിയെ കുറിച്ചും ഇതിന് വരാൻ പോകുന്ന, അതായത് ഇപ്പൊ കിടക്കുന്ന അനന്ത സാധ്യതകളെ കുറിച്ചും നമുക്ക് നല്ല രീതിയിൽ നമ്മളെല്ലാരും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഈ പ്രസന്റേഷൻ അത് നന്നായിട്ട് നമ്മളെല്ലാവരും ശ്രമിച്ചിരിക്കുന്നത്. മാഡത്തിന് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം മാഡം ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ഞങ്ങളോടൊപ്പം തന്നെ ഇനി എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാഡത്തിന് ഒരുപാട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള താങ്ക്സ് അറിയിക്കുന്നു. അപ്പൊ ഓക്കെ, ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരികയും നമ്മളെ ഒരു മോട്ടിവേഷനിലേക്ക് നയിക്കുകയും ചെയ്ത് പ്രേമ മാഡത്തിന് നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു.